ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. മോള് സ്കൂളിലേക്ക് പോയി തുടങ്ങി. ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് ഡേ. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. സ്കൂൾ ബുക്സ് വാങ്ങിക്കണം, യൂണിഫോം വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എല്ലാ വീഡിയോയും അതിനൊപ്പം ചെറിയൊരു ബിറ്റ് മോള് സ്കൂളിലേക്ക് പോകുന്ന വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിൽ നിന്ന് തുടങ്ങാം. ഞങ്ങളൊരു ദിവസം ഷോപ്പിങ്ങിന് പോയി അവളുടെ ബുക്സും ബാഗും ഒക്കെ മേടിക്കണമായിരുന്നു. സോ ഒരു വീക്കെൻഡാണ് ഞങ്ങൾ പോയത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഇത് മത്തിക്കലിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ്. അപ്പോൾ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഞങ്ങളവിടെ പോയ സമയത്ത് മീൽസ് ഇല്ല, തീർന്നു പോയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ജിജോട്ടൻ ഒരു ബിരിയാണി വാങ്ങിച്ചു, പിന്നെ ഞാൻ പൊറോട്ട വാങ്ങിച്ചു. പൊറോട്ടയുടെ കൂടെ മഷ്റൂം ആണ് സൈഡ് ഡിഷായിട്ട് വാങ്ങിച്ചത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മലേശ്വരത്തേക്ക് പോയി. മലേശ്വരത്താണ് യൂണിഫോം ബുക്കൊക്കെ മേടിക്കാനായിട്ട് പോയത്. അവിടെ തന്നെ കിട്ടും, എല്ലാം ഒരേ സ്ഥലത്ത് കിട്ടും. അങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് നോക്കിയപ്പം സൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ആദ്യത്തെ സൈസൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ അത് കറക്റ്റാണ്, ഇവർക്ക് ഇത് പാകമാണ്. പക്ഷേ ഇത് രണ്ട് വർഷമൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു സൈസ് കൊടുത്തിട്ട് അടുത്തൊരു സൈസ്, അവളുടെ അതിനെക്കാട്ടിലും കുറച്ച് വലുതുണ്ടാവുമല്ലോ, ആ സൈസ് മേടിച്ചിട്ടു. എന്നിട്ട് ഹൗസ് ടീഷർട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. എല്ലാം സൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ വെച്ച് ട്രയൽ റൂമൊക്കെ ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ യൂണിഫോം പർച്ചേസും കഴിഞ്ഞു, ബുക്ക് പർച്ചേസും കഴിഞ്ഞു. എന്നിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് മല്ലേശ്വരം. അവിടെ പോയി കഴിഞ്ഞാൽ ഈ മല്ലേശ്വരം 8th ക്രോസ് സ്ട്രീറ്റിൽ നടക്കാതെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മല്ലേശ്വരം 8th ക്രോസിലേക്ക് പോയി. 8th ക്രോസിൽ പോയിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ സോഫ്റ്റി. എനിക്കറിയില്ല എന്താണെന്ന്, പക്ഷേ എനിക്ക് തോന്നുന്നൊരു 10-15 കൊല്ലമായിട്ട് എൻ്റെ ഫേവറേറ്റാണ്. അന്നും ഇന്നും ഇത് ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ആ കടയിൽ കിട്ടുന്ന പിസ്സ ഉണ്ട്. അന്ന് ആ ഒരു പിസ്സയ്ക്ക് 15 രൂപയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ 30 രൂപയായിട്ടുണ്ട്. പക്ഷെ എന്നാലും സാരമില്ല, അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. പിന്നെ എക്സാക്റ്റ് ആ ഒരു പിസ്സ ടേസ്റ്റ് അല്ല. നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. 2 കടയുണ്ട് കേട്ടോ മലേശ്വരം 8th ക്രോസിൽ. എനിക്ക് ആ 2 കടയിൽ നിന്നും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞു. പിന്നെ ഇവിടുത്തെ വെജിറ്റബിൾസ് ഒക്കെ നല്ലതാണ്. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ കുറച്ചൊന്ന് വൈകിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഈ ഭാരമൊക്കെ ഇറക്കി വെച്ചിട്ട് ഇനി അടുത്തത് കുറച്ചും കൂടി ഷോപ്പിംഗ് ഉണ്ട്. മോളുടെ ലഞ്ച് ബോക്സ് ഒക്കെ മേടിക്കണം, പിന്നെ ലഞ്ച് ബാഗ് മേടിക്കണം. അവൾക്ക് അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഒരുമിച്ച് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സ്കൂൾ തുടങ്ങാൻ ഒരാഴ്ച ഉള്ളപ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, വീട്ടിൽ കൊണ്ടുപോയിട്ട് സാധനമൊക്കെ വെച്ചതിന് ശേഷം ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് KL58ലേക്ക് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പം ചായ കുടിക്കേണ്ട, കോൾഡ് കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും മോളും ഒരു കോൾഡ് കോഫി ഷെയർ ചെയ്ത് കുടിച്ചു. പിന്നെ ഏട്ടനൊരു ചായയും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഓൾ സീസൺ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം വിദ്യാരണ്യപുരയിലാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ ട്രോളി ബാഗ് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോള്. കുറേ നാളായിട്ട് ഈ ട്രോളി ബാഗ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ തേരാപാര അങ്ങോട്ടിങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ലഞ്ച് ബാഗും ലഞ്ച് ബോക്സൊക്കെ തപ്പി നടക്കുകയാണ്. അപ്പോൾ ലഞ്ച് ബാഗൊക്കെ നോക്കുന്ന സമയം കൊണ്ട് മോൾ ഇവിടെ എന്തോ കണ്ടു. എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് അവൾ ഈ സാധനം ചോദിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് സ്വിമ്മിംഗ് ട്യൂബാണ് കേട്ടോ. ഇത് കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവളോട് പറ്റത്തില്ല, പിന്നെ മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിലാക്കുന്ന കുട്ടി, അതുകൊണ്ട് അവിടെ തന്നെ തിരിച്ചു വെച്ചു. ഇനിയിപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ആവുമല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഇനി അടുത്ത വെക്കേഷനൊക്കെ വരുമ്പോൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് വന്ന് ലഞ്ച് ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ലഞ്ച് ബാഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. അത്യാവശ്യം ഒരു കനമുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഉള്ളതിൽ കുറച്ച് ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. പിന്നെ എനിക്ക് അധികം അങ്ങോട്ട് കറങ്ങി നടക്കാൻ വയ്യ. ഇത് വിട്ട് അടുത്തത് തപ്പി നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആദ്യം കണ്ട ആ ഒരു ബാഗ് തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു. അതന്നെയാണ് കൈ പിടിച്ച് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് മേടിക്കാമെന്ന് വെച്ച് പോയി നോക്കുമ്പോൾ ലഞ്ച് ബോക്സിനൊക്കെ ഭയങ്കര പൈസയാണ് കേട്ടോ. അതായത് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് തന്നെയാണ്, ഓഫറൊന്നും കാണുന്നില്ല. അതിപ്പോൾ ഓഫർ ഉണ്ടെങ്കിലും എനിക്കൊന്ന് ഓൺലൈനിലെക്കാട്ടിലും ഇവിടെ കുറച്ച് കൂടുതലാണെന്ന് തോന്നി. ഓൺലൈനിൽ ഇതിനെക്കാട്ടിലും കുറവിന് കിട്ടുന്നുണ്ട്, സെയിം ബ്രാൻഡൊക്കെ കുറവിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മേടിക്കാൻ നിന്നില്ല. കുറേയൊക്കെ നോക്കി, സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സൊക്കെ കുറേ നോക്കി. പക്ഷെ ഞാൻ ഒന്നും മേടിച്ചില്ല കേട്ടോ. എല്ലാത്തിനും നല്ല പൈസയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓൺലൈനിൽ വിലക്കുറവും കണ്ടു. പിന്നെ നമുക്ക് മനസ്സ് വരുമോ മേടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അവിടെ തന്നെ അങ്ങ് വെച്ചു. പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വേണമായിരുന്നു. ഇവൾക്ക് പെൻസിൽ ബോക്സ് ഒക്കെ വേണമായിരുന്നു. അതൊക്കെ നോക്കി. പെൻസിൽ ബോക്സ് ഒക്കെ നോക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് അവൾ ചൂസ് ചെയ്തത് പൗച്ചാണ്. ശരി, എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ, അവൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സ് വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞില്ല, അവിടെ വെച്ച് നോക്കിയതിന് ശേഷം റേറ്റ് ഒക്കെ കമ്പയർ ചെയ്തിട്ട് നോക്കിയിട്ട് മേടിച്ചാണേ. ഓർഡർ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിൽ കിട്ടുകയും ചെയ്തു. ഇത് ബ്രാൻഡ് വന്നിട്ട് JP എന്ന് പറയും, JAYPEE, അതാണ് കേട്ടോ ബ്രാൻഡ്. പിന്നെ ഈ മോഡൽ സെലക്ട് ചെയ്തത് മോള് തന്നെയാണ്. അതിൻ്റെ കളർ എല്ലാം സംഭവം മോൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് മേടിച്ചേക്കുന്നത്. പിന്നെ ഇത് ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ എനിക്ക് ലോക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതായത് ചിലപ്പോൾ അതൊരു ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. പക്ഷേ ഇവരുടെ തന്നെ ബ്രാൻഡിൽ വേറൊരു ടിഫിൻ ബോക്സ് ഇതേ മോഡലിൽ, ഈ മോഡലല്ല, പക്ഷെ വേറൊരു മോഡലിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 2 കൊല്ലത്തോളം ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ
ഹാൻഡിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ ഒരു കുഴപ്പം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഹാൻഡിൽ ഒഴിച്ചാൽ ബാക്കി ക്വാളിറ്റി എല്ലാം കൊള്ളാം. പിന്നെ ഒരെണ്ണം സ്നാക്സ് ബോക്സ് ആയിട്ട് മേടിക്കാമെന്ന് വെച്ച് വാങ്ങിച്ചാണിത്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് സ്നാക്സ് അല്ല ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തുവിടാൻ തോന്നുന്നുണ്ട്. ഇതും മോള് തന്നെയാണ് സെലക്ട് ചെയ്തത്. യൂണിക്കോൺ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, യൂണിക്കോണിൻ്റെ ഒരു വലിയൊരു ആരാധികയാണ്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവൾ തന്നെ സെലക്ട് ചെയ്തത്. സംഭവം അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല അടിപൊളി ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആവാൻ സാധ്യതയുണ്ട്. ഹാൻഡിലൊക്കെ അടിപൊളിയാണ്, നല്ല കട്ടിയുള്ള ഹാൻഡിൽ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിന് സൈഡിൽ വേറെ വെക്കാനൊന്നുമില്ല, നമുക്ക് സൈഡ് ബോക്സ് ഒന്നുമില്ല, കുട്ടി ബോക്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സിംഗിൾ ഐറ്റം ആയിട്ട് കൊടുക്കാനാണെങ്കിൽ ഇത് നല്ലതാണ്. പക്ഷെ കുറച്ച് വെയിറ്റ് ഉണ്ട്, ഈ സംഭവം കുറച്ച് വെയിറ്റ് ഉണ്ട്, കാരണം ഇത്രയും ഡിസൈൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ച ബോക്സിൻ്റെ റേറ്റ് 623 റുപ്പീസും ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് യൂണിക്കോൺ ബോക്സിൻ്റെ റേറ്റ് 567 റുപ്പീസാണ്. ഒരു ബോക്സ് ആമസോണിൽ നിന്നും പിന്നെ ഒരു ബോക്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഞാൻ സ്കൂൾ തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ കൊണ്ടുപോയിട്ട് ഹെയർ കട്ട് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. ഇതങ്ങനെ ഓരോ ദിവസങ്ങളായിട്ടുള്ള വീഡിയോസാണ് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തേക്കുന്നത്. സ്കൂൾ തുടങ്ങാൻ ഇനി 2 ദിവസം ഉള്ളപ്പോൾ കൊണ്ടുപോയിട്ട് ഹെയർ കട്ട് ചെയ്യിപ്പിച്ചു. കുഞ്ഞിൻ്റെ മുടിയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് വെക്കുന്നുണ്ട്, പക്ഷെ തീരെ വോളിയം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ഷോർട്ട് ഹെയർ തന്നെ നല്ലത്, പിന്നെ പിന്നി കൊടുക്കാൻ മാത്രമുള്ള തിക്നെസ് ഒന്നും ഇല്ല മുടിക്ക്. അപ്പോൾ അത്യാവശ്യം ഷോർട്ടായിട്ട് വെക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അങ്ങനെ ഇങ്ങനെ ഇരുന്ന മുടി ഞങ്ങൾ ഇങ്ങനെ ആക്കി എടുത്തു കേട്ടോ. കട്ട് ചെയ്യുന്നതിന് മുന്നേ ആൾക്ക് അത്ര സന്തോഷമല്ലായിരുന്നെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുടി ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹെയർ സ്റ്റൈല്. അങ്ങനെ ഫൈനലി എല്ലാം സെറ്റായി, ബുക്സും ബാഗും യൂണിഫോമും എല്ലാം സെറ്റായി, ഹെയർ സ്റ്റൈൽ വരെ സെറ്റായി. ഫൈനലി നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് ഇന്നലെ ഓക്കെ, ഇന്നലെ ഷൂട്ട് ചെയ്താണ്. അങ്ങനെ ഞാനും ഏട്ടനും പോകുന്നുണ്ട് സ്കൂളിലേക്ക്, കാരണം ഇന്ന് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്, പേരൻസ് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് മോളെ റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിലും അവളുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എന്ത് ഈസിയാന്ന് നോക്കി, ഇപ്പം ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമല്ലേ. ഞാൻ വിചാരിച്ചു ഭയങ്കര ടൈം സേവിങ് ആണ് കേട്ടോ ഇത്. മറ്റേത് 2 സൈഡും പോണിറ്റെയിൽ കെട്ടിക്കൊടുക്കണം, പോണിറ്റെയിൽ കെട്ടിക്കൊടുക്കാനും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ലെങ്ത് ഉള്ളതുകൊണ്ട് അവൾക്ക് 2 സൈഡും ഇങ്ങനെ മടഞ്ഞു കൊടുക്കണമായിരുന്നു. ഇവക്കാണെങ്കിൽ തീരെ വോളിയം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ബെറ്റർ പോണിറ്റെയിലിനെക്കാട്ടിലും ഈ കട്ടിങ് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ഇനി അത് വളരും തോറും ഒന്ന് പോണിറ്റെയിൽ ആക്കി കൊടുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ മോളും റെഡിയായി, ഞങ്ങളെല്ലാവരും റെഡിയായി. പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിളക്ക് കത്തിച്ചു. എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം ഇത് പുതിയ സ്കൂളാണ്, മുമ്പ് പോയ സ്കൂളിലല്ല ഇപ്രാവശ്യം പോകുന്നത്. അപ്പോൾ വീണ്ടും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് പോകുന്നത്, കാരണം ഇപ്പോൾ അവൾക്ക് KVയിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഇതൊരു പുതിയ സ്കൂളാണ്, അവൾക്കൊരു പുതിയ ബിഗിനിങ് ആണ്, പുതിയ ഇയർ ആണ്. എന്തായാലും എല്ലാം കൊണ്ടും എൻ്റെ മോള് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സ്കൂളിലെത്തി. പിന്നെ അവിടെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു, കുറച്ച് നേരം അവിടെ നിന്ന് മോള് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് സ്കൂളിലെത്തി. സ്കൂളിലത്തെ വീഡിയോസ് ഒന്നും വേറെ എടുത്തിട്ടില്ല കേട്ടോ, അത് എടുക്കണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് നന്ദന പാലസിലേക്ക് പോയേ. നല്ല വിശപ്പായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും, കാരണം രാവിലെ കുറച്ച് മാത്രം പുട്ട് കഴിച്ചതേ ഉള്ളൂ. എല്ലാവരും കുറച്ച് പുട്ട് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. ഏകദേശം 12:30 ആയപ്പോൾ തന്നെ നല്ല വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഇവിടെ എത്തി. How was the class? Good. What did you do? They give one gift like a pencil and a book to play. Nice. You liked it? Yeah. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മീൽസ് ഒക്കെ എത്തി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുത്തെ മീൽസ് ഭയങ്കര ഇഷ്ടമാണ്. ആന്ധ്ര മീൽസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചൂടോടെ ചോറിന് മുകളിൽ നെയ്യൊക്കെ ഒഴിച്ച് അതിൻ്റെ കൂടെ ആന്ധ്ര പപ്പു കറി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ പായസം എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമതും ഞാൻ വാങ്ങിച്ചു. അത് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ബാസ്കിൻ റോബിൻസിൽ പോയി മോക്കൊരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന്. കാരണം അതിന് മുന്നേ തന്നെ അവൾക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ട് അവൾ ചോദിക്കുന്നുണ്ട് ബാസ്കിൻ റോബിൻസിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കണമെന്ന്. ഞങ്ങളിങ്ങനെ നീട്ടി കൊണ്ടുപോയിക്കായിരുന്നേ. ഏകദേശം ഒരു 2-3 മാസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ശരി, എന്നാൽ പിന്നെ ഫസ്റ്റ് ഡേ അല്ലായിരുന്നു, ആൾ കുറച്ചൊന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഇതാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐസ്ക്രീമേ കഴിക്കത്തുള്ളൂ. മെയിൻലി ബിക്കോസ് അവൾക്ക് ആ ഒരു യൂണിക്കോണിൻ്റെ ഡിസൈൻ വേണം, അത്രേ ഉള്ളൂ. പക്ഷെ അത് കൈ കിട്ടിക്കഴിയുമ്പോൾ അവൾ പറയുന്നത് അമ്മ യൂണിക്കോൺ ഡിസൈൻ ആണെങ്കിലും കപ്പിൽ മെർമെയ്ഡ് ആണല്ലോ ഫോട്ടോ ഉള്ളതെന്ന്. അപ്പോൾ എന്തായാലും അതൊന്നും സാരമില്ല, കഴിച്ചൊന്നും വേണ്ട. അങ്ങനെ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോളുടെ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇനി വൈകുന്നേരം മോൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അതിന് മുന്നേ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല തലവേദനയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം വൈകുന്നേരം ഡാൻസ് ക്ലാസ്സിന് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.